പവിത്രമായ റജബ് മാസം നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. ഇനി വിശുദ്ധ റമദാൻ മാസത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തിനാണ് അല്ലാഹു തആല ഇതുപോലെയുള്ള പവിത്രമായ രാപ്പകലുകൾ വച്ചിട്ടുള്ളത്? ഇതേക്കുറിച്ച് ചെറിയൊരു ആലോചന, ചെറിയൊരു ചിന്ത നിങ്ങളിലേക്ക് ഇട്ടുതരുക എന്നതാണ് ഈ ചെറിയ സമയം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. തെറ്റുകുറ്റങ്ങൾ കൊണ്ട് നമ്മളുടെ ഹൃദയം കറുത്തുപോയി. സത്യത്തിൽ അല്ലാഹു തആല ഈ ഹൃദയം നമുക്ക് നൽകുമ്പോൾ വളരെ പ്രകാശമുള്ളതും തിളക്കമുള്ളതുമായിരുന്നു. നാം ചെയ്യുന്ന തെറ്റുകളുടെ കാരണം കൊണ്ടാണ് നമ്മളുടെ ഹൃദയം ശോഭയില്ലാതെ കറുത്തതായി മാറുന്നത്. ഇത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ഒരു ഹദീസിലുണ്ട്. ഒരു അടിമ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അവന്റെ ഹൃദയത്തിൽ കറുത്ത പുള്ളികൾ വീണുകൊണ്ടിരിക്കുമെന്നും, തെറ്റുകൾ കൂടുതലായി ചെയ്യുമ്പോൾ ഓരോ കറുത്ത പുള്ളികൾ വീണ് അവന്റെ ഹൃദയമാകെ കറുത്തിരുണ്ടുപോകും, അന്ധകാരം കൊണ്ട് നിറഞ്ഞു പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട്, ആ ഹൃദയമാണ് റാൻ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വളരെ ദുഷിച്ച ഹൃദയം എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. തെറ്റുകളും കുറ്റങ്ങളും സ്വാഭാവികമായും മനുഷ്യരിൽ നിന്ന് ഉണ്ടായിപ്പോകും. അത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. പക്ഷെ അങ്ങനെ തെറ്റുകളും കുറ്റങ്ങളും വന്നാൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം, പൊരുത്തപ്പെടിക്കണം, തൗബ ചെയ്യണം. തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കുക മനുഷ്യർക്ക് സ്വാഭാവികമാണ് എന്ന് പറയുമ്പോൾ ഞാൻ യജമാനനായ റബ്ബിനെ അടിമ ചെയ്യുന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും ചെറുതായി കാണുകയല്ല. യഥാർത്ഥം ചിന്തിച്ചാൽ എങ്ങനെയാണ് ഒരു അടിമക്ക് ഉടമയായ അള്ളാഹുവിനോട് തെറ്റു ചെയ്യാൻ സാധിക്കുക? അള്ളാഹു എന്റെ യജമാനനാണ്. അള്ളാഹു യജമാനനാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ, ദൃഢമായ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ആ വിശ്വാസം അതിന്റെ പൂർണാർത്ഥത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും തെറ്റുകൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ഒരു വാചകം ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മറ്റനേക ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ അബാ സഈദ് വ അബൂ സഈദ് മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യ. അബൂ സഈദ് മൻ റളിയ ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ ഒരാൾ റബ്ബായി തൃപ്തിപ്പെട്ടാൽ, അള്ളാഹുവിനെ ഒരാൾ റബ്ബാണ്, എന്റെ യജമാനനാണ്, എന്റെ എല്ലാ കാര്യങ്ങളും പരിപാലിക്കുന്ന, എന്നെ ഘട്ടം ഘട്ടമായി പോറ്റി വളർത്തുന്ന എന്റെ യജമാനനാണ് എന്റെ അള്ളാഹു എന്നതിൽ ഒരാൾ തൃപ്തനായാൽ, എന്ന് വെച്ചാൽ പൂർണ്ണമായ അർത്ഥത്തിൽ അത് ഉൾക്കൊള്ളുകയും അതിൽ സംതൃപ്തിയോടെ, പൂർണ്ണമായ തൃപ്തിയോടെ അവൻ അത് അംഗീകരിക്കുകയും ചെയ്താൽ, ഇത് പ്രസംഗത്തിൽ പറയുവാനും നിങ്ങൾക്ക് കേൾക്കാനും വളരെ എളുപ്പമാണ്. പക്ഷെ ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയരണം, അത് വളരെ പാടാണ്, വളരെ കഷ്ടമാണ്. അള്ളാഹുവിന്റെ അടിയാറുകളിൽ അപൂർവമായ ചില ആളുകൾക്ക് മാത്രം ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയും. എന്താണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്? അള്ളാഹുവിനെ റബ്ബാണ് എന്ന് തൃപ്തിപ്പെടണം, അംഗീകരിക്കണം. അംഗീകരിക്കുക എന്നതല്ല, പൂർണ്ണമായും തൃപ്തിപ്പെടണം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചത്,
ഒരാൾ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചാൽ അതെങ്ങനെയാണ് ബോധ്യപ്പെടുക? അവന്റെ എല്ലാ സംഗതികളും, അവന്റെ സകല കാര്യങ്ങളും അവൻ അള്ളാഹുവിനെ ഏൽപ്പിക്കും. അവനോട് അല്ലാഹു തആല കൽപ്പിച്ച സകല കാര്യങ്ങളും അവൻ അംഗീകരിച്ച് അതനുസരിച്ച് മാത്രം അവൻ പ്രവർത്തിക്കും. അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായി യാതൊന്നും അവരിൽ നിന്നുണ്ടാവുകയില്ല. ഒരാട്ടനക്കം പോലും അവരിൽ നിന്ന് ഇല്ലാതെ യജമാനനായ റബ്ബ് എന്താണോ എന്നോട് നിർദ്ദേശിച്ചിട്ടുള്ളത്, കൽപ്പിച്ചിട്ടുള്ളത്, അതുമാത്രം അംഗീകരിക്കുക, അതുമാത്രം ചെയ്യുക. എന്തെല്ലാം റബ്ബ് വിരോധിച്ചിട്ടുണ്ട് അവയിൽ നിന്നെല്ലാം വിട്ടുനിന്ന് അള്ളാഹു എന്റെ റബ്ബാണ്, എന്നെ പരിപാലിക്കുന്നവനാണ്, എന്റെ യജമാനനാണ് എന്ന നിലക്ക് നീങ്ങുക. അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യന്റെ ചിന്ത എന്താണ്? എനിക്ക് ഒരു തദ്ബീറുമില്ല, ഒരു കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് സാധ്യമല്ല, എനിക്കൊരു തീരുമാനമില്ല, എനിക്കൊരു ഉദ്ദേശമില്ല, എനിക്കൊരു തിരഞ്ഞെടുപ്പില്ല. എന്താണോ എന്റെ യജമാനനായ റബ്ബ് ഇച്ഛിക്കുന്നത്, അവന്റെ റിള എന്താണോ, അവന്റെ ഉദ്ദേശം എന്താണോ, അതിന് നിന്നു കൊടുക്കുക എന്ന ഒരു അവസ്ഥയിലേക്ക് വിശ്വാസി എത്തിയാൽ, ഇതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മൻ റളിയ ബില്ലാഹി റബ്ബാ. അള്ളാഹുവിനെ ഒരാളെ റബ്ബായി അംഗീകരിക്കുക, പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഇവന് സ്വന്തമായി യാതൊന്നുമില്ല, യജമാനന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട് അനുസരിച്ച് നടക്കുക. ഇതാണ് അള്ളാഹുവിന്റെ അള്ളാഹു റബ്ബാണ് എന്ന് തൃപ്തിപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. ചരിത്രത്തിൽ കാണാം, മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഇസ്തറാ ഗുലാമൻ, ഒരു അടിമയെ വാങ്ങി. എന്നിട്ട് ആ അടിമയോട് ചോദിച്ചു, പൈസ കൊടുത്ത് ഒരു അടിമയെ വാങ്ങുന്ന ആ കാലത്ത് ഒന്ന് വാങ്ങി, എന്താണ് നിന്റെ പേര് എന്ന് ചോദിച്ചു. അപ്പോൾ ആ അടിമ പറഞ്ഞു, മാ തദ്ഊനി ബിഹി, എന്താണോ നിങ്ങൾ എന്നെ വിളിക്കുന്നത് അതാണ് എന്റെ പേര്. അപ്പോൾ മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ ചോദിച്ചു, അയ്യു ശൈഇൻ തഅകുൽ, നീ എന്താണ് തിന്നുന്നത്, ഭക്ഷിക്കുന്നത് എന്താണ്, നിനക്ക് എന്താണ് ഭക്ഷണം? ഇബ്രാഹിം അദ്ദേഹം തങ്ങളോട് ആ അടിമ പറഞ്ഞു, മാ തുഅതീനി അത്അം, എന്താണോ നിങ്ങൾ എനിക്ക് നൽകുന്നത് അത് ഞാൻ ഭക്ഷിക്കും. ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ അടിമയോട് ചോദിച്ചു, മാ തൽബിസ്, എന്താണ് നീ ധരിക്കുന്നത്, നിന്റെ വസ്ത്രം എന്താകണം? അപ്പോൾ അടിമ പറഞ്ഞു, മാ തുഅതീനി അൽബിസ്, എന്താണോ നിങ്ങൾ എനിക്ക് വാങ്ങിത്തരുന്നത്, നൽകുന്നത് അത് ഞാൻ ധരിക്കും. അപ്പോൾ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ ചോദിച്ചു, വമാ ശുഗുലുക വമാ അമലുക, എന്താണ് നിന്റെ പ്രവൃത്തി, നീ എന്താണ് പണിയെടുക്കുക, എന്താണ് നീ ചെയ്യുക, നിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെ എന്ന് ചോദിച്ചു. അടിമയായ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ വാങ്ങിയതാണ്. ആ അടിമക്ക് എന്തൊക്കെ പണിയെടുക്കാൻ കഴിയും, എന്തൊക്കെയാണ് നീ ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പോൾ അടിമ പറഞ്ഞു, തുർസിമു വതഉമുറു അമൽ ബിതൗഫീഖില്ല, നിങ്ങൾ നിർദ്ദേശിക്കുക, നിങ്ങൾ പദ്ധതിയിടുക, നിങ്ങൾ കൽപ്പിക്കുന്നത് മുഴുവനും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ ചെയ്യും. അപ്പൊ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ ചോദിച്ചു, അലൈസ ലക ഇഖ്തിയാർ, നിനക്ക് സ്വയമായൊരു തിരഞ്ഞെടുപ്പില്ലേ, നിനക്ക് സ്വന്തമായൊരു ഇഷ്ടമില്ലേ, ആഗ്രഹമില്ലേ? അപ്പോൾ ആ അടിമ പറഞ്ഞു, അന അബ്ദുൻ വമാ ലിൽ അബ്ദി ഇഖ്തിയാർ, ഞാൻ നിങ്ങളുടെ അടിമയാണ്, അടിമക്ക് എന്ത് തിരഞ്ഞെടുപ്പ്, അടിമക്ക് എന്ത് ആഗ്രഹം? അടിമ ഉടമയായ ആ യജമാനനെ അനുസരിച്ച് അടിമപ്പെട്ട് ജീവിക്കുക എന്നല്ലാതെ അതിനപ്പുറം എനിക്കൊന്നുമില്ല എന്ന് അടിമ പറഞ്ഞു. ഖാല ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഫബക്കൈതു, ഞാൻ കരഞ്ഞു, ഹത്താ ഖസ്സ അലയ്യ, എന്റെ ബോധം പോകുന്ന രൂപത്തിൽ വളരെ പ്രയാസപ്പെട്ടു ഞാൻ കരഞ്ഞു. എന്നിട്ട് ഞാൻ എന്റെ സ്വന്തം ശരീരത്തിനോട് പറഞ്ഞു, തഅല്ലമിൽ ഉബൂദിയ്യ മിൻ ഹാദൽ അബ്ദ്, എന്റെ സ്വന്തം ശരീരത്തിനോട് ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പറയുകയാണ്, ഈ ഒരു അടിമയിൽ നിന്ന് എങ്ങനെയാണ് ഒരു അടിമ യജമാനന്റെ മുന്നിൽ വേണ്ടത് എന്ന്
ഈ ഒരു അടിമച്ചക്കനിൽ നിന്ന് നീ പഠിക്കൂ എന്ന് സ്വന്തം നഫ്സിനോട് ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. ഇവിടെ എന്താണ് നാം മനസ്സിലാക്കുന്നത്? അള്ളാഹു യജമാനനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അത് പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ, ഈ അടിമച്ചക്കനിൽ നിന്ന് നമുക്ക് പാഠമുണ്ട്. നമുക്കിവിടെ ആഗ്രഹങ്ങളില്ല. എന്താണോ റബ്ബിന്റെ ആഗ്രഹം, എന്താണോ റബ്ബിന്റെ ഉദ്ദേശം, അത് നമ്മൾ ചെയ്യുക എന്നല്ലാതെ അതിലപ്പുറം ഒന്നുമില്ലെന്ന് ഈ പാഠത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അദ്ദേഹം ഒരിക്കൽ റാബിയത്തുൽ അദബിയ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലിരിക്കുമ്പോ റാബിയത്തുൽ അദബിയയുടെ ആ സദസ്സിൽ വെച്ച് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഒരു പ്രാർത്ഥന നടത്തി. അല്ലാഹുമ്മ റളി അന്നാ, അള്ളാഹു നമ്മെ പൊരുത്തപ്പെടട്ടെ, തൃപ്തിപ്പെടട്ടെ എന്നത് ആണ് ആ പ്രാർത്ഥന. അള്ളാഹു നമ്മെ തൃപ്തിപ്പെടട്ടെ എന്ന് ഇബ്രാഹിം അദ്ദേഹം സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുമ്പോ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്, പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ റളി അന്നാ, അള്ളാഹു നമ്മെ തൃപ്തിപ്പെടട്ടെ എന്ന് ദുആ ചെയ്തപ്പോ മഹ്ദി റാബിയത്തുൽ അദബിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അമാ തസ്തഹി മിനല്ലാഹി അൻ തസ്അലഹു റിളാ വഅൻത അൻഹു ഗൈറു റാദ്. സുഫിയാൻ സൗരി തങ്ങളെ, നിങ്ങൾക്ക് ലജ്ജയില്ലേ, നിങ്ങൾക്ക് നാണമില്ലേ അള്ളാഹുവിനോട് റിള ചോദിക്കാൻ? അള്ളാഹു നമ്മെ പൊരുത്തപ്പെടണം, നിങ്ങളെ പൊരുത്തപ്പെടണം എന്ന് അള്ളാഹുവിനോട് ചോദിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? വഅൻത അൻഹു ഗൈറു റാദ്, യഥാർത്ഥത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിട്ടില്ല, നിങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്നില്ല. നിങ്ങൾ പൂർണ്ണമായും അള്ളാഹുവിനെ തൃപ്തിപ്പെടാതെ അള്ളാഹു നമ്മെ തൃപ്തിപ്പെടട്ടെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാണമില്ലേ എന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനോട് റാബിയത്തുൽ അദ്ബിയ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി. യഥാർത്ഥത്തിൽ നമ്മളുടെയൊക്കെ അവസ്ഥ ഇതാണ്. അള്ളാഹുവിനോട് നമ്മൾ സദാ അള്ളാഹുവിന്റെ റിള ചോദിക്കുമ്പോഴും നമ്മൾ ആരും പൂർണ്ണമായും അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിട്ടില്ല. അള്ളാഹുവിനെ നമ്മൾ തൃപ്തിപ്പെട്ടെങ്കിൽ തീർച്ചയായും നമുക്ക് സങ്കടങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ, അല്ലെങ്കിൽ സന്തോഷങ്ങൾ ലഭിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിന് മാറ്റങ്ങൾ സംഭവിക്കുകയില്ല. എന്തെങ്കിലും സന്തോഷം നമുക്ക് ലഭിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന നിഅമത്തുകൾ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ നമ്മൾ നേരിടുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അവസ്ഥക്ക് മാറ്റം സംഭവിക്കുകയില്ല. നമുക്ക് മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ റബ്ബായി നമ്മൾ തൃപ്തിപ്പെട്ടിട്ടില്ല എന്നതാണ് ഇത് പഠിപ്പിക്കുന്നത്. റാബിയത്തുൽ അദ്ബിയ റളിയല്ലാഹു അൻഹയോട് ഒരാൾ ചോദിച്ചു, ഫമതാ യകൂനുൽ അബ്ദു റാദിയൻ അനില്ലാഹ്, ഒരു അടിമ എപ്പോഴാണ് അള്ളാഹുവിനെ തൊട്ട് അള്ളാഹുവിൽ തൃപ്തനാണ് എന്നത് ഒരു അടിമയെ സംബന്ധിച്ച് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഒരു അടിമക്ക് പൂർണ്ണമായും അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, ആ അടിമക്ക് അള്ളാഹുവിനെ പൂർണ്ണമായും തൃപ്തിയുള്ളവനാണ് എന്ന് എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് റാബിയത്തുൽ അദ്ബിയ മഹ്ദിയോട് ചോദിച്ചപ്പോൾ മഹ്ദി അവർകൾ പറഞ്ഞത്, ഇദാ കാന സുറൂറുഹു ബിൽ മുസീബത്തി മിസ്ല സുറൂരിഹി ബിൻ നിഅമ, നിഅമത്ത് നമുക്ക് ലഭിക്കുമ്പോൾ, സന്തോഷകരമായ ആനന്ദകരമായ നിഅമത്തുകൾ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അകത്ത് എത്രമാത്രം സന്തോഷമുണ്ടാകും, അതേ സന്തോഷം ഉണ്ടാകണം മുസീബത്ത് വരുമ്പോഴും. നമുക്ക് സമ്പത്ത് ലഭിച്ചു, നമുക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണ്? സന്താനങ്ങൾ ലഭിച്ചു, നമുക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണ്? അതേ സന്തോഷം അതേ അവസ്ഥയിൽ തന്നെ ഉണ്ടാകണം നമ്മുടെ മക്കൾ മരണപ്പെട്ടാൽ, നമ്മളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയാൽ, എന്ത് പ്രയാസങ്ങൾ സംഭവിച്ചാലും, എന്ത് നിഅമത്തുകൾ സംഭവിച്ചാലും ഒരേ അളവിലുള്ള സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടോ? അല്ലാഹുവിനെ അവൻ തൃപ്തിപ്പെടുന്നവനാണ് എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കി തരുന്നത് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നു. ആ മകൻ വലിയ സ്വാലിഹായ ആബിദായ നല്ലൊരു മനുഷ്യൻ.
അദ്ദേഹം ചരിത്രത്തിൽ കാണാം, ഇദാ സുൽസില സൂറത്ത് അദ്ദേഹത്തിന് ഓതാൻ കഴിയുമായിരുന്നില്ല. ആരെങ്കിലും ഓതുന്നത് കേൾക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അദ്ദേഹം ബോധം കെട്ട് വീണുപോകും. കാരണം അതിൽ മഹ്ശറയെ സംബന്ധിച്ചും ഖിയാമത്തിനെ സംബന്ധിച്ചൊക്കെ പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ആ മകന്റെ ബാപ്പയാണ് ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, മാ തബസ്സമ 30 സന ഇല്ലാ തുവഫിയ ഇബ്നുൽ ലഹു. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു 30 കൊല്ലക്കാലം പുഞ്ചിരിച്ചിട്ടില്ല, ചിരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ മകൻ മരിച്ചപ്പോഴാണ് അദ്ദേഹം ഒന്ന് ചിരിച്ചത്. ആ ചിരിച്ചപ്പോൾ ഫഖീല ലഹു, അദ്ദേഹത്തിനോട് ചോദിച്ചു, വമാ ഹാദാ തബസ്സുമു യാ ശൈഖ്, എന്താണ് ഈ ചിരി? മകൻ മരിച്ചപ്പോൾ ചിരിക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലിഅന്ന മൗത ഇബ്നി മിൻ റിളാഇല്ലാഹി തആല, എന്റെ മകന്റെ മരണം അല്ലാഹുവിന്റെ റിളാ പ്രകാരമാണ്. വതബസ്സംതു മുവാഫിഖത്തുൻ ലിറിളാഇല്ലാഹി സുബ്ഹാനഹു വതആല, എന്റെ തൃപ്തിയും അല്ലാഹുവിന്റെ തൃപ്തിയും ഒത്തുവന്നപ്പോൾ ഞാൻ ചിരിച്ചതാണ്. അതായത് അല്ലാഹു തആലയുടെ ഈ റിളാ, ഇതിനോട് ഒട്ടുപോലും എനിക്ക് പ്രയാസമില്ല. ഞാനും ആ റിളയിൽ തന്നെയാണ്. അള്ളാഹുവിന്റെ റിള എന്താണോ അത് തന്നെയാണ് എന്റെ റിളയും. ഇത് ഒത്തുവന്നത് കൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം ചിന്തിക്കേണ്ടത്, യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ റബ്ബായി നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? നമ്മളുടെ വിശ്വാസത്തിലുണ്ട് അള്ളാഹു റബ്ബാണ്. അതിനെ പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടോ? വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ആശങ്കാകുലരാകാറുണ്ട്, സങ്കടത്തിൽ പെട്ടുപോകാറുണ്ട്, വിഷമം പ്രകടിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇതെല്ലാം അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചിട്ടില്ല എന്നതിന്റെ ലക്ഷണമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിനെ റബ്ബായി ഒരാൾ അംഗീകരിച്ചാൽ എങ്ങനെയാണ് ആ അടിമക്ക് യജമാനനായ ഉടമസ്ഥനായ റബ്ബിനോട് തെറ്റ് ചെയ്യാൻ സാധിക്കുക? ഒരിക്കലും സാധ്യമല്ല. തെറ്റ് ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, പരീക്ഷണങ്ങൾ മേൽക്കുമേൽ വരുമ്പോൾ പോലും അതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയില്ല എന്നതാണ് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നിസാരമായ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി, താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ നിയമങ്ങളെ അശേഷം പോലും അള്ളാഹുവിനെ ഭയപ്പെടാതെ, ഒരു ശങ്കയും നമുക്കില്ലാതെ നമ്മൾ ഒഴിവാക്കി കളയുകയാണ്. നമ്മളുടെ കല്യാണ കാര്യങ്ങളാകട്ടെ, മറ്റെന്തെങ്കിലും നമ്മുടെ കുടുംബത്തിലോ വീട്ടിലോ നടക്കുന്ന കാര്യങ്ങളിലാകട്ടെ, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് നമ്മൾ വില കൽപ്പിക്കാറില്ല. ഫർദോ സുന്നത്തോ ആയ കാര്യങ്ങൾക്ക് നമ്മൾ വില കൽപ്പിക്കാറില്ല. അതുമാത്രമല്ല, പ്രയാസകരമായ പരീക്ഷണങ്ങൾ നമ്മൾ നേരിട്ടാൽ നമ്മൾ എത്ര വലിയ അസ്വസ്ഥരാണ്, നമുക്ക് പ്രയാസം സഹിക്കാൻ കഴിയുന്നില്ല. എന്തെല്ലാം പരാതികളാണ് അള്ളാഹുവിനോട് പറയുന്നത്, ഏതെല്ലാം വാക്കുകളാണ് അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ഉച്ചരിക്കുന്നത്, ആരോടെല്ലാം എന്തെല്ലാമാണ് നാം പറഞ്ഞു പോകുന്നത്. നമ്മൾ വളരെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ യജമാനനായി നമ്മൾ കാണണം. ആ യജമാനന്റെ മുന്നിൽ സർവ്വതും സമർപ്പിക്കണം. ആ റബ്ബിന്റെ മുന്നിൽ പരാതികളില്ലാതെ, വിഷമങ്ങളില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ മനസ്സിനെ കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും അള്ളാഹുവിന്റെ റിള നമുക്ക് ലഭിക്കും. നമ്മൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിനെ റിളയുള്ള പൊരുത്തമുള്ളവനായി തീർന്നാൽ, പൂർണ്ണമായും അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്നവനായി നമ്മൾ മാറിയാൽ അള്ളാഹുവിന്റെ റിള നമുക്ക് ഇങ്ങോട്ട് ലഭിക്കും. ഇതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, റളിയല്ലാഹു അൻഹും വറദൂ അൻ. അള്ളാഹുവിനെ അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹു ഇവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. പരസ്പരം തൃപ്തി ലഭിക്കുന്ന ആളുകളാകാൻ നമ്മൾ പരിശ്രമിക്കണം. ഭൗതിക ലോകത്തുള്ള നഷ്ടങ്ങളും ഭൗതിക ലോകത്ത് ലഭിക്കുന്ന നേട്ടങ്ങളും ഇതെല്ലാം താൽക്കാലികമാണെന്ന് നമ്മൾ തിരിച്ചറിയണം.
ഭൗതിക ലോകത്ത് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ചിലപ്പോൾ നമുക്ക് കോട്ടമായേക്കാം. ഭൗതിക ലോകത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന നഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ലാഭമായിരിക്കാം, നേട്ടമായിരിക്കാം. നിങ്ങൾ വിചാരിക്കും ഇത് ഖൈറാണ്, നന്മയാണെന്ന്, പക്ഷെ അത് നിങ്ങൾക്ക് തിന്മയായിരിക്കും, ഷർറായിരിക്കും. അത് നിങ്ങൾക്ക് തിന്മയായി ഭവിച്ചേക്കാം. നിങ്ങൾ ഖൈറാണെന്ന് വിചാരിക്കുന്നത്, നിങ്ങൾ ഷർറാണെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഖൈറായി വന്നേക്കാം. അള്ളാഹുവാണ് എല്ലാം അറിയുന്നത് എന്ന വിശുദ്ധ ഖുർആനിലെ ഈ വാക്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ശഅബാൻ മാസം റമളാനിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകാനും, ഈ ശഅബാൻ മാസത്തിന്റെ രാപ്പകലുകളിൽ പ്രധാനപ്പെട്ട രാവുകൾ, ശഅബാനിലെ ബറാഅത്തിന്റെ രാവ്, ഒരുപാട് ദോഷങ്ങൾ അല്ലാഹു തആല പൊറുക്കുന്ന രാവാണ്. നമ്മൾ നമ്മുടെ ദോഷം പൊറുപ്പിക്കണം. അല്ലാഹു തആല നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മുന്നിൽ ശരിയായ വിധത്തിൽ തൗബ ചെയ്താൽ തീർച്ചയായും അല്ലാഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കും. മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ എന്ന മഹാൻ പറയുകയാണ്, എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, നല്ലവനായ കൂട്ടുകാരൻ, എന്നും ധാരാളം നിസ്കരിക്കുന്ന കൂട്ടുകാരൻ, എപ്പോഴും നോമനുഷ്ഠിക്കുന്ന കൂട്ടുകാരൻ, സൽക്കർമ്മങ്ങൾ ഏറെ ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം സദാ പള്ളിയിലേക്ക് വരും. അങ്ങനെ കുറച്ചു ദിവസം അദ്ദേഹത്തിനെ കാണാതെയായി. അങ്ങനെ അധിക നാൾ കാണാതെയായപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു നോക്കുമ്പോൾ അദ്ദേഹം രോഗിയായി കിടപ്പിലാണ്. അദ്ദേഹത്തിനോട് ഞാൻ സലാം പറഞ്ഞു. അദ്ദേഹം മരണത്തിന്റെ അവസ്ഥയിലാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്ന ഖൗല് വാക്കിന് നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. വീണ്ടും ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, അപ്പോഴും അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. മൂന്നാമത് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, അക്സിർ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഇൻ ലം തഖുൽ ലഹാ ലാ ഖസൽതുക വലാ കഫൻതുക വലാ സല്ലൈതു അലൈക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ അധികരിപ്പിക്കണം. ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കുളിപ്പിക്കൂല, മരിച്ചാല് കഫൻ ചെയ്യൂല, നിസ്കരിക്കൂല. ആ സമയത്ത് അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സുഹൃത്തെ മൻസൂർ, ഞാൻ എന്റെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിങ്ങൾ പറഞ്ഞ ആ വാക്കിന്റെയും ഇടയിൽ ഒരു തടസ്സമുണ്ട്. ആ തടസ്സമുള്ളത് കൊണ്ട് എനിക്ക് അത് ചൊല്ലാൻ കഴിയുന്നില്ല. അപ്പോൾ മൻസൂർ ഇബ്നു അമ്മാർ ചോദിച്ചു, നിങ്ങൾ ധാരാളം നിസ്കരിക്കുന്നവരല്ലേ, ഇബാദത്ത് ധാരാളം ചെയ്തവരല്ലേ, പിന്നെന്തു പറ്റി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ധാരാളം നിസ്കാരവും നോമ്പും ഇബാദത്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ റിയാ ആയിരുന്നു, ലോകർ കാണാൻ വേണ്ടി ചെയ്തതായിരുന്നു. ഞാൻ അതൊക്കെ ചെയ്തിട്ട് എന്റെ വീട്ടിൽ വന്ന് വാതിലടച്ച് ധാരാളം തെറ്റുകൾ ചെയ്തിരുന്നു. അങ്ങനെ കാലം കുറച്ച് മുന്നോട്ട് പോയപ്പോ എനിക്കൊരു രോഗം വന്നു. ആ രോഗം വന്നപ്പോ ചികിത്സ നടത്തി, രോഗം സുഖമായില്ല, രക്ഷപ്പെടുകയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോ ഞാൻ എന്റെ മകളോട് പറഞ്ഞു, മുസ്ഹഫ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മുസ്ഹഫ് മകൾ കൊണ്ടുവന്നു. ഫജഅൽതു അഖറഉ ഫീ ഹർഫൻ ഹർഫ, ഓരോ ഹർഫുകൾ ഞാൻ ആ മുസ്ഹഫ് നോക്കി ഓതി. ഹത്താ ബലഗതു സൂറത്ത് യാസീൻ, യാസീൻ സൂറത്തിലേക്ക് എത്തുന്നത് വരെ ഞാൻ ഓതി. യാസീൻ സൂറത്തിലേക്ക് എത്തിയപ്പോൾ ഫറഫഅതുൽ മുസ്ഹഫ, മുസ്ഹഫിനെ ഞാൻ ഇങ്ങനെ ഉയർത്തി. എന്നിട്ട് അല്ലാഹുവിനോട് ഞാൻ പറഞ്ഞു, അല്ലാഹുമ്മ ബിഹഖി ഹാദൽ ഖുർആനിൽ അലീം ഇല്ലാ മാ സഫൈതനി വഅന ലാ അഊദു ഇലാ ദംബിൻ അബദാ. മുസ്ഹഫ് ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഞാൻ പറഞ്ഞു, ഈ ഖുർആനെ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇതിന്റെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു, പടച്ചവനെ എന്റെ രോഗത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തുക തന്നെ വേണം. ഞാൻ ഒരിക്കലും ചെയ്തുകൊണ്ടിരുന്ന തിന്മയിലേക്ക് ഇനി മടങ്ങുകയില്ല എന്ന് ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു. ഫഫറജല്ലാഹു അന്നി, ആ ദുആക്ക് ഉത്തരമായി അല്ലാഹു തആല എന്റെ രോഗത്തിനെ ശിഫയാക്കി, ഞാൻ സുഖമുള്ളവനായി. പക്ഷേ വീണ്ടും ഞാൻ എന്റെ പഴയ രൂപത്തിൽ തന്നെ തെറ്റുകൾ ചെയ്ത് മുന്നോട്ട് പോയി. വീണ്ടും എനിക്ക് രോഗം പിടിപെട്ടു. അങ്ങനെ ഞാൻ ചികിത്സിച്ച് രോഗം സുഖമാകാത്തപ്പോൾ മുസ്ഹഫ് മുന്നിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതി.
ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. പടച്ചവനെ, നിന്റെ ഖദീമായ ഈ കലാമിനെ കൊണ്ട്, ഇതിന്റെ ബറക്കത്ത് കൊണ്ട്, ഹുർമത്ത് കൊണ്ട് ഞാൻ ചോദിക്കുന്നു, എന്റെ രോഗം നീ ശിഫയാക്കണമെന്ന് പറഞ്ഞു. ഫസ്തജാബല്ലാഹു മിന്നി വഫറജ അന്നി. എന്റെ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു. എനിക്ക് അല്ലാഹു തആല രോഗം ശിഫയാക്കി തന്നു. പക്ഷേ ഞാൻ വീണ്ടും സുഖകരമായി ജീവിച്ചു, രോഗമില്ലാതെ ജീവിച്ചു. ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകളെല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു. വീണ്ടും എനിക്ക് രോഗം പിടിപെട്ടു. ഇപ്പോൾ ഞാൻ ചികിത്സിച്ചു, സുഖമാകുന്നില്ല. മുസാഫ് മുന്നിൽ വെച്ച് ഓതാൻ വേണ്ടി ശ്രമിച്ചപ്പോ മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ എന്നവരോട് പറയുകയാണ്, വിശുദ്ധ ഖുർആനിന്റെ ഒരു അക്ഷരവും എനിക്കറിയുന്നില്ല, എനിക്ക് ഓതാൻ കിട്ടുന്നില്ല, ഖുർആൻ പാരായണം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, എന്റെ റബ്ബ് എന്നോട് ഖളബിലാണ്, എന്റെ റബ്ബ് എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചു. പക്ഷേ അങ്ങനെ കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുമ്പോ എനിക്കൊരു അശരീരി കേൾക്കാൻ സാധിച്ചു. ആളെ കണ്ടില്ല. തതൂബൂ മിനദ്ദുനൂബി ഇദാ മരിൽത വതർജിഉ ലിദ്ദുനൂബി ഇദാ ബുരിത ഇദാ മാ മസ്സക അൻത ബാക്കി وَأَخْبَثُ مَا يَكُونُ إِذَا خَوِيتَ تَتُوبُ مِنَ الذُّنُوبِ إِذَا مَرِضْتَ. നിരോഗിയായാൽ നീ ചെയ്ത തെറ്റിന്റെ മേൽ തൗബ ചെയ്യുന്നു. എന്തൊരു തൗബയാണ്! وَتَرْجِعُ لِلذُّنُوبِ إِذَا بُرِئْتَ. രോഗം മാറിക്കഴിഞ്ഞാൽ നീ തെറ്റിലേക്ക് വീണ്ടും മടങ്ങുന്നു. إِذَا مَا ضُرٌّ مَسَّكَ أَنْتَ بَاكِي. രോഗം നിനക്ക് പിടിപെട്ടാൽ നീ എന്തൊരു കരച്ചലാൻ, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നിന്റെ ആരോഗ്യം നിനക്ക് തിരിച്ചു കിട്ടിയാൽ, രോഗമെല്ലാം മാറിപ്പോയാൽ, നീ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന, നിന്നെ പോലെ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന വേറെ ആരുണ്ട്? അത്ര വലിയ മോശക്കാരനാണ് നീ. فكم من كربة نجاك منها. എത്ര വിഷമങ്ങളിൽ നിന്നാണ്, പ്രയാസങ്ങളിൽ നിന്നാണ് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തിയത്. വകം കശഫൽ ബലഅ ഇദാ ബുലിത. എത്ര പരീക്ഷണങ്ങളിൽ നിന്നാണ് അള്ളാഹു നിന്നെ മോചിപ്പിച്ചിട്ടുള്ളത്. وكم غطاك في ذنب وعنه مدى الأيام جهرا قد نهيت. കാലമത്രയും അല്ലാഹു തആല നിന്നോട് വിരോധിച്ച തെറ്റുകുറ്റങ്ങൾ കൊണ്ട് നീ മൂടപ്പെട്ടവനായി കഴിഞ്ഞുകൂടിയില്ലേ? അമാ തഖ്ശാ ബിഅൻ തഅതിൽ മനായ വഅൻത അലൽ ഖതായ ഖദ് ദുഹീത. തെറ്റുകൾക്ക് മേൽ തെറ്റുകളുമായി ആ തെറ്റുകൾ പേറിക്കൊണ്ട് എവിടേക്കാൻ? റബ്ബിന്റെ മുന്നിലേക്ക് നീ എത്തൂലേ? അത് നിനക്ക് ഓർമ്മയില്ലേ? നിനക്ക് പേടിയില്ലേ? റബ്ബ് നിനക്ക് നൽകിയ ഏതെല്ലാം നിഅമത്തുകളെ നീ വിസ്മരിച്ചുകൊണ്ട്, അല്ലാഹു തആല നിനക്ക് തന്ന നിഅമത്തുകളെയെല്ലാം മറന്നുകൊണ്ട് നീ എങ്ങനെ റബ്ബിന് തെറ്റ് ചെയ്തു? അങ്ങനെ തെറ്റ് ചെയ്ത് നീ ജീവിച്ചില്ലേ? വകം ആഹത്ത സുമ്മ നഖൽത അഖ്ദൻ സും വഅൻത ലികുല്ലി മഅറൂഫിൻ നസീത. നീ അല്ലാഹുവിനോട് കരാർ ചെയ്തു, വാഗ്ദാനം ചെയ്തു, തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞു, വീണ്ടും തെറ്റ് ചെയ്തു. വീണ്ടും തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞു, വീണ്ടും തെറ്റ് ചെയ്തു. ആവർത്തിച്ച് നീ തെറ്റ് ചെയ്തു. നീ അല്ലാഹുവിനോട് ചെയ്ത കരാറിനെ നീ ലംഘിച്ചു. ഈ ഒരു ശബ്ദമാണ്, അശരീരിയാണ് എനിക്ക് കേട്ടത്. ഇത് പറഞ്ഞപ്പോൾ മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ എന്ന മഹാനവറുകൾ ആ വീട്ടിൽ നിന്ന് കണ്ണീരോടുകൂടി പുറത്തിറങ്ങി. ആ പുറത്തിറങ്ങിയിട്ട് ഏതാനും ചുവട്ടുകൾ നടന്നതേയുള്ളൂ. അപ്പോഴേക്കും ഈ മനുഷ്യൻ മരിച്ചു എന്നാണ് കേൾക്കാൻ സാധിച്ചത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിനോട് നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് തൗബ ചെയ്യുക, മാപ്പ് ചോദിക്കുക. ഒരിക്കലും ആ തെറ്റുകൾ പിന്നെ ആവർത്തിക്കാതിരിക്കുക. തെറ്റുകൾ ഒരിക്കലും നമ്മൾ ചെറുതായി കാണരുത്.
ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസവും പ്രതിസന്ധിയും വിശ്വാസികളായ അള്ളാഹുവിന്റെ ആളുകളായ മുസ്ലിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല. അത് വളരെ നിസ്സാരമായി നമ്മൾ കാണുകയാണ്. എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണ്, മുത്തുനബിയെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, അള്ള പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കണമെന്ന ചിന്തയുള്ളവരാണ്, ആഗ്രഹമുള്ളവരാണ്. പക്ഷേ തെറ്റ് ചെയ്യുന്നതിൽ അശേഷം പോലും പേടി എന്നത് നമുക്കില്ല. തെറ്റുകളെ ചെറുതായി കാണുന്നു. അതിനേക്കാൾ ഭീകരമായ അപകടകരമായ നമ്മെ പേടിപ്പെടുത്തുന്ന ഒരവസ്ഥ ഇന്ന് വളർന്നു വരുന്നത് ഇന്നത്തെ പുതുതലമുറകൾ, വളർന്നു വരുന്ന മക്കൾ, നമ്മളുടെ വീട്ടിലെ സഹോദരിമാർ, ഇവർക്ക് അള്ളാഹുവിനോടുള്ള ശരിയായ രൂപത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സംശയങ്ങളുടെ ലോകത്തേക്കാണ് നീങ്ങിക്കൊണ്ടുപോകുന്നത്. അള്ളാഹുവിന്റെ തീരുമാനങ്ങള്, അള്ളാഹു താല ദീനിൽ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്നതാണ് നിയമം, സ്ത്രീകൾക്കുള്ള നിയമങ്ങൾ ഇന്നതാണ് എന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പറയുമ്പോ അതിനെ പുച്ഛത്തോടെ കാണുന്ന, അതിനെ ചോദ്യം ചെയ്യുന്ന, ഇസ്ലാമിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാരികളിൽ, യുവതികളിൽ ഇത് കൂടുതലായി കണ്ടു തുടങ്ങുന്നുണ്ട്. ഇത് വളരെ വലിയ അപകടമാണ്. നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി വേണ്ട രൂപത്തിൽ നമ്മളെ മക്കളെ വളർത്തുവാൻ, നമ്മളുടെ വീടിന്റെ അകത്ത് ഇസ്ലാമികമായ ചിട്ട ഉണ്ടാക്കി തീർക്കാൻ, മക്കളെയും മരുമക്കളെയും നമ്മളുടെ പേരക്കുട്ടികളെ എല്ലാം ഇസ്ലാമിന്റെ ചുറ്റുപാടിൽ വളർത്തുവാനും ഇസ്ലാമിന്റെ പാഠങ്ങൾ ശരിയായ വിധത്തിൽ അവർക്ക് നൽകുവാനും നമ്മൾ തയ്യാറാകണം. ഭൗതിക വിദ്യാഭ്യാസം നമ്മൾ കൂടുതലായി നൽകുകയാണ്. സാഹചര്യം, ഇന്നത്തെ അവസ്ഥ നമ്മെ അതിലേക്കൊക്കെ നിർബന്ധിപ്പിച്ചു കൊണ്ടിറക്കിയിട്ടുണ്ട്. പഴയ കാലത്തെ ആലിമീങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, പൊതുവിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് കൂടുതലൊന്നും നൽകരുത് എന്ന്. അവിടെ മുസ്ലിം സമുദായം നിന്നിരുന്നുവെങ്കിൽ ഒരുപാട് ഉപകാരമുണ്ടായിരുന്നു, ആത്മീയമായ നേട്ടം ഒരുപാട് ലഭിക്കുമായിരുന്നു. ഭൗതികമായി വളരെ പുറകോട്ട് സമുദായം പോകുമായിരുന്നുവെങ്കിലും ആത്മീയമായിട്ടുള്ള ഒരു ഉയർച്ച ലഭിക്കാൻ അത് സാധ്യതയുണ്ടായിരുന്നു. ആ സാധ്യത കണ്ടുകൊണ്ടാണ് മഹത്തുക്കളായ ഉലമാക്കൾ പഴയ കാലത്ത് അങ്ങനെ പറഞ്ഞത്. അവരുടെ ആ ഉപദേശവും തീരുമാനങ്ങളും നമ്മൾ ലംഘിച്ചപ്പോൾ ഭൗതികമായി നമ്മളും ഇന്നത്തെ ലോകത്തിനനുസരിച്ച് ഭൗതിക വിദ്യ നേടാൻ നിർബന്ധിതരായി. അങ്ങനെ നിർബന്ധിതരായി പോയപ്പോൾ നമ്മളുടെ സന്താനങ്ങളിൽ, പെൺമക്കളിൽ, ആൺമക്കളിൽ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ജീവിക്കാൻ തയ്യാറല്ലാത്ത ഒരു വിഭാഗമായി നമ്മുടെ സന്താനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ പുതിയ തലമുറകൾ മാറിപ്പോകുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അത് തടയാൻ ദീനിയായ രൂപത്തിൽ നമ്മളെ മക്കളെ വളർത്താൻ എന്താണോ നാം ചെയ്യേണ്ടത് അതെല്ലാം ചെയ്തുകൊണ്ട് വിശുദ്ധമായ ശഅബാനും വരാൻ പോകുന്ന റമദാനിലും നമ്മളുടെ ആത്മാവിനെ പരിശുദ്ധമാക്കി, ഞാൻ തുടങ്ങി വെച്ചത് ഈമാനിന്റെ ശരിയായ ലദ്ദത്ത്, ശരിയായ രുചി നമുക്ക് കിട്ടാൻ അല്ലാഹു റബ്ബാണ്, എന്റെ യജമാനനാണ് എന്ന ആ ഒരവസ്ഥയിലേക്ക് നമ്മളെ ഖൽബിലെ എത്തിച്ചാൽ വജബത്ത് ലഹുൽ ജന്ന, നമുക്ക് സ്വർഗം നിർബന്ധമായി എന്നാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ദാഖ തുഅമൽ ഈമാൻ, ഈമാനിന്റെ രുചി, ഈമാനിന്റെ മാധുര്യം, ഈമാനിന്റെ ശരിയായ രുചി എന്താണ്? മൻ റളിയ ബില്ലാഹി റബ്ബ, എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് തൃപ്തിപ്പെടുക, അല്ലാഹു ആണ് എന്റെ റബ്ബ് എന്ന് പൂർണ്ണമായും അത് അംഗീകരിച്ച് തൃപ്തിപ്പെടുക. ആ ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു തആല നമ്മെ എത്തിക്കട്ടെ.